ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം മുതൽ നമുക്ക് വായിച്ചു കേൾക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 8-ാം വാക്യം മുതൽ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിനെ വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിപ്പാൻ നോക്കുന്നുവോ? ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കയില്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്ന് ഒരു മാലാഖയാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. എന്താണ് കാരണം? ഞങ്ങൾ നിങ്ങളോട് ഒരു നിർമ്മല സുവിശേഷം അറിയിച്ചു. ഗലാത്യയിലുള്ള ക്രിസ്ത്യാനികളോട്, ഗലാത്യ സഭയിലുള്ള വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് വളരെ ഗൗരവമേറിയ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയായിരുന്നു. ഗലാത്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, മറ്റ് ലേഖനങ്ങളുള്ളതുപോലെ അപ്പോസ്തലൻ ആശിസ്സരുളുന്ന വാക്കുകൾ പറയുന്നില്ല. കാരണം അപ്പോസ്തലൻ്റെ ഹൃദയം നീറുകയായിരുന്നു, അപ്പോസ്തലൻ്റെ ഹൃദയം നീറിപ്പുകയുകയായിരുന്നു. ഗലാത്യ സഭ വളരെ വിശ്വാസത്തിലേക്കും പ്രത്യാശയിലേക്കും വന്നൊരു സഭയായിരുന്നു. 1-ാം നൂറ്റാണ്ടിൽ ലുസ്ത്ര, ദർബ, ഇക്കോന്യ മുതലായ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതായ ഗലാത്യ സഭ വളരെ ശക്തമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ഒരു സഭയായിരുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്നെന്ന് പറഞ്ഞാൽ നിർമ്മല സുവിശേഷത്തിൽ ഉറച്ചു നിന്നൊരു സഭയായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിലും ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിലും ആവർത്തിച്ച് പറയുന്ന ചില വാക്കുകളുണ്ട്. കൃപയാലുള്ള രക്ഷ. മനുഷ്യൻ ഏതെങ്കിലും പ്രവൃത്തി ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല, ദൈവത്തിൻ്റെ സൗജന്യദാനമാകുന്ന കൃപയാലാണ് ആത്മാവിൻ്റെ വീണ്ടെടുപ്പ് പ്രാപിക്കുന്നത്, രക്ഷ പ്രാപിക്കുന്നത് എന്ന് അപ്പോസ്തലൻ ആവർത്തിച്ച് ഉറപ്പിച്ച് പറയുകയായിരുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായവും 3-ാം അധ്യായവും 4-ാം അധ്യായവും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ അല്പം പ്രയാസമുള്ള ഭാഗങ്ങളാണെങ്കിലും അവിടെ ആവർത്തിച്ച് പറയുന്ന ഒരു സത്യമുണ്ട്, കൃപയാലത്രേ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ആ വാക്യം എഫേസ്യ ലേഖനത്തിൽ 2-ാം അധ്യായത്തിലുള്ളൊരു വാക്യമാണ്. പക്ഷേ അതിൻ്റെ വിശദീകരണമാണ് റോമർക്ക് എഴുതിയ ലേഖനം 3-ഉം 4-ഉം അധ്യായങ്ങളിൽ കാണുന്നത്. മനുഷ്യൻ്റെ പ്രവൃത്തികളാലല്ല, മനുഷ്യൻ്റെ യത്നത്താലല്ല, മനുഷ്യൻ്റെ ഉത്സാഹത്താലല്ല, അവൻ ചെയ്യുന്ന നീതി പ്രവൃത്തികളാലല്ല, അവൻ ചെയ്യുന്ന മനോഗുണ പ്രവൃത്തികളാലല്ല ആത്മാവിൻ്റെ രക്ഷ പ്രാപിക്കുന്നത് എന്ന്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും വേണ്ടത്ര ആദ്യം മനസ്സിലായി എന്ന് വരികയില്ല. നമ്മുടെ ഏതെങ്കിലും നന്മ കൊണ്ടല്ല ദൈവം നമ്മെ വീണ്ടെടുക്കുന്നത്, നമ്മുടെ ഏതെങ്കിലും പ്രാർത്ഥനയുടെ മികവ് കൊണ്ടല്ല ദൈവം നമ്മെ രക്ഷിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനയുടെയും ജാഗരണത്തിൻ്റെയും മേന്മ നോക്കിയല്ല ദൈവം നമ്മെ രക്ഷിക്കുന്നത്. ദൈവത്തിന് നമ്മോട് കരുണ തോന്നുന്നു മാത്രം. യേശുക്രിസ്തുവിൻ്റെ കൃപ, യേശുക്രിസ്തുവിൻ്റെ കരുണ അർഹതയില്ലാത്തവരുടെ മേൽ പകരുകയാണ്. നമുക്ക് ആർക്കും അർഹതയില്ല. നാം സ്വതേ പാപികളാണ്. എത്ര നന്നാകാൻ ശ്രമിച്ചാലും നാം പാപികളാണ്. എത്രമാത്രം മാറ്റം വരുത്താൻ ശ്രമിച്ചാലും നാം പാപികളാണ്. നമ്മുടെ ആളത്വം പാപമയമാണ്. പാപത്തിൻ്റെ പ്രവൃത്തി വരാത്തപ്പോഴും നാം പാപികളാണ്. പാപത്തിൻ്റെ വാക്കുകൾ വരാത്തപ്പോഴും നാം പാപികളാണ്. ചീത്ത വാക്കുകൾ വരുന്നില്ല, നല്ല സൗമ്യമായ സംസാരമാണ്, നല്ല സ്നേഹോഷ്മളമായ പെരുമാറ്റമാണ്. പക്ഷേ നമ്മുടെ ഹൃദയം പാപപൂർണമാണ്, പാപം നിറഞ്ഞതാണ്. നമ്മുടെ ആളത്വത്തിൽ പാപമുണ്ട്. ഈ പാപമയമായ പ്രകൃതിയുള്ള മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ഒരേ ഒരു വഴി അവൻ ചെയ്ത നീതിപ്രവൃത്തികളല്ല,
അവൻ ചെയ്ത മനോഗുണ പ്രവൃത്തികളല്ല, ദൈവത്തിൻ്റെ കൃപയാണ്. ഈ ഗലാത്യ ലേഖനത്തിൻ്റെ ആധാരമായി പറയുന്ന പ്രധാനപ്പെട്ട വാക്ക് തന്നെ സ്വാതന്ത്ര്യമെന്നാണ്. മനുഷ്യൻ്റെ ആന്തരികമായി സ്വാതന്ത്ര്യമില്ലാതിരിക്കുകയാണ്. മനുഷ്യൻ അകത്ത് സ്വാതന്ത്ര്യമില്ലാതിരിക്കുകയാണ്. പലതരത്തിലുള്ളതായ പ്രവണതകൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ നാം എല്ലാവരും ഓരോ തരത്തിൽ ചില സ്വഭാവങ്ങൾക്കടിമകളാണ്, ചില പാപപ്രകൃതികൾക്കടിമകളാണ്. സിൻഫുൾ നേച്ചർ, പാപപ്രകൃതിക്ക് അടിമയാണ്. എന്നാൽ ഗലാത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളെ ക്രിസ്തു സ്വതന്ത്രരാക്കിയിരിക്കുന്നു. പൂർണ്ണമായും ദൈവസ്നേഹം നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നിങ്ങളെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അത് നിങ്ങൾ ചെയ്ത നീതിപ്രവൃത്തികളാലല്ല, ദൈവത്തിന് നിങ്ങളോട് കരുണ തോന്നിയെന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണം, നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ടല്ല നമുക്ക് ആന്തരികമായൊരു സ്വാതന്ത്ര്യം കിട്ടിയത്. നമ്മുടെ ആത്മാവിന് വിടുതൽ കിട്ടിയത് നമുക്ക് അർഹതയുള്ളത് കൊണ്ടല്ല, എന്നാൽ ദൈവത്തിന് നമ്മോട് മനസ്സലിവ് തോന്നിയെന്ന് മാത്രം, ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയെന്ന് മാത്രം. ഫ്രീ ഗിഫ്റ്റ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സൗജന്യദാനമാണത്. സൗജന്യമായ കൃപയാണത്. സൗജന്യമായി നമുക്ക് തരുന്നതായ ഒരു ദാനമാണത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സൗജന്യദാനം നാം സ്വീകരിക്കുകയെന്ന് മാത്രമേ ഉള്ളൂ. അത് നാം നേടിയെടുക്കുന്നതല്ല, നാം കൈനീട്ടി വാങ്ങുകയാണ്. നാം ജീവിതത്തിലേക്ക് അത് സ്വീകരിച്ചെടുക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിർമ്മല സുവിശേഷം ഞാൻ തന്നു, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. പക്ഷേ നിങ്ങളുടെ ഇടയിലേക്ക് ചിലർ കടന്നു വന്നു. പഴയ ചില പാരമ്പര്യങ്ങൾ മുറുകെ പിടിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് നിങ്ങളെ തെറ്റിക്കാൻ നോക്കുന്നു. ഗലാത്യ സഭയ്ക്ക് പറ്റിയ അപകടം അതാണ്. അവിടെ വിശ്വാസികൾ, ദൈവ മക്കൾ വളരെ സ്ഥിരമായി വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു വന്ന ചില കള്ള സഹോദരന്മാർ, ഗലാത്യ ലേഖനം 2-ാം അധ്യായം വായിക്കുമ്പോൾ കാണാം, നുഴഞ്ഞു വന്ന ചില കള്ള സഹോദരന്മാർ ചില ദുരുപദേശങ്ങൾ അവരുടെ ഇടയിലേക്ക് കൊണ്ടുവന്നു. ഉപദേശത്തിൽ ചീത്തയായിട്ടൊന്നും കാണുന്നില്ല, എന്നാൽ അതിനകത്ത് അപകടം പതിയിരിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ വിശ്വാസികളായി തീർന്ന നിങ്ങൾ ഇനിയും ഇപ്പോഴത്തെ രീതിയിൽ കൃപയാലാണ് രക്ഷയെന്ന് പറഞ്ഞ് മാത്രം ഇരിക്കരുത്, നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? യഹൂദൻ അവൻ ക്രിസ്ത്യാനിയായി തീരണമെങ്കിൽ അവൻ തീർച്ചയായിട്ടും അവൻ ക്രിസ്തുവിൽ വിശ്വസിക്കണം, ശരിയാണ്. എന്നാൽ പുറജാതിക്കാരൻ ഒരു ക്രിസ്ത്യാനിയാകുമ്പോൾ ആദ്യം അവൻ യഹൂദനായി തീരണം. ആദ്യം യഹൂദനായി തീർന്നതിന് ശേഷം വേണം അവൻ ക്രിസ്ത്യാനിയായി തീരാൻ എന്നൊരു ഉപദേശം കൊണ്ടുവന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ ആദ്യത്തെ യെരൂശലേം സുന്നഹദോസിൽ ചർച്ചാ വിഷയം അതായിരുന്നു. ആദ്യത്തെ സുന്നഹദോസ്, അപ്പോസ്തല പ്രവൃത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, അന്ന് ഒരു പ്രധാന ചർച്ചാ വിഷയം വരികയുണ്ടായി. നമുക്ക് വായിക്കാം. യഹൂദയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശെ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദനയേൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർന്നബാസിനും അവരോട് അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർന്നബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്കസംഗതിയെപ്പറ്റി യെരൂശലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൽ പോകണമെന്ന് നിശ്ചയിച്ചു. യഹൂദ്യയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരമനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. ഒരു പുതിയ ഉപദേശം കൊണ്ടുവന്നു. നിങ്ങൾ യഹൂദമതാനുസാരികളായി തീരണം. ആദ്യം യഹൂദമതത്തിൻ്റെ പ്രമാണങ്ങൾ പാലിക്കുന്നവരായി തീരണം. യഹൂദമതത്തിൻ്റെ പ്രമാണങ്ങളെല്ലാം പ്രവൃത്തികളാൽ മനുഷ്യൻ ദൈവത്തോട് എടുക്കണമെന്നാണ്. ഓരോ കൽപ്പനകൾ മനുഷ്യന് കൊടുത്തിരുന്നു. ന്യായപ്രമാണ കൽപ്പനകൾ മനുഷ്യന് കൊടുത്തിരുന്നു. ഈ ന്യായപ്രമാണ കൽപ്പനകൾ അനുസരിച്ച് ആചരിച്ച് അനുഷ്ഠിച്ച് അങ്ങനെ വേണം രക്ഷ പ്രാപിപ്പാൻ എന്നാണ് യഹൂദമതം പഠിപ്പിച്ചിരുന്നത്. ആ യഹൂദമതത്തിൻ്റെ പ്രമാണങ്ങൾ സ്വീകരിച്ച്
യഹൂദനായി തീർന്നതിന് ശേഷം വേണം ഓരോ പുറജാതിക്കാരൻ ക്രിസ്ത്യാനിയായി തീരാൻ എന്ന് അന്നൊരു ദുരുപദേശം പഠിപ്പിച്ചു. അതൊരു വലിയ തർക്കമായി മാറി. ആ ദുരുപദേശത്തെ എതിർക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോസ്തലനായ പൗലോസ് ആ ദുരുപദേശത്തിൽ പിന്നീട് മുന്നോട്ട് വന്ന ആളുകളെ നേർപ്പാതയിലേക്ക് നയിക്കുവാൻ വേണ്ടി ഗലാത്യ സഭയിലുള്ള ദൈവമക്കൾക്ക് എഴുതിയ ലേഖനത്തിൽ ശക്തമായ രീതിയിൽ താക്കീത് കൊടുത്തുകൊണ്ട് എഴുതുകയാണ്. ഞങ്ങൾ നിങ്ങൾക്കൊരു സുവിശേഷം അറിയിച്ചു തന്നു. അത് കൃപയുടെ സുവിശേഷമാണ്. അത് നിങ്ങളുടെ യോഗ്യത, ഏതെങ്കിലും പ്രവൃത്തികളുടെ യോഗ്യതയല്ല. അത് ദൈവത്തിൻ്റെ കൃപയുടെ സുവിശേഷമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് അറിയിച്ചു തന്ന കൃപയുടെ സുവിശേഷത്തിന് വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ വന്ന് നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. സഹോദരങ്ങളെ, ഗൗരവമേറിയൊരു താക്കീതായിരുന്നു അപ്പോസ്തലൻ നൽകിയത്. ദൈവീകമായ വിശുദ്ധ വചനത്തിൻ്റെ കാതലായ സത്യങ്ങൾക്ക് വിരുദ്ധമായി ആരെല്ലാം അത് പഠിപ്പിച്ചാലും, ആരെല്ലാം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനുഷ്യൻ്റെ ഹൃദയത്തെ വ്യതിചലിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചാലും അവൻ ശപിക്കപ്പെട്ടവനെന്നാണ് അപ്പോസ്തലനോട് പറയുന്നത്. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച തിരുവചനത്തിന് വിപരീതമായി, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച സത്യസുവിശേഷത്തിന് വിപരീതമായി, ഞങ്ങൾ നിങ്ങളോട് അറിയിച്ച കൃപയുടെ വചനത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. അത് വേറൊരു സുവിശേഷമാണ്. അനദർ ഗോസ്പൽ, വേറൊരു സുവിശേഷമാണ്. കോരിന്ത്യ സഭയിൽ ഈ പ്രശ്നമുണ്ടായിരുന്നു. കോരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 11-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 4-ാം വാക്യം വായിക്കാം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരാത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറെ സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. ഏതുതരം സുവിശേഷം കേട്ടാലും അതും വചനമല്ലേ, അതും വേദവസ്തുവിലെ കാര്യങ്ങളല്ലേ, അതും പ്രസംഗ വിഷയമാക്കി തെറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച് നിങ്ങൾ പൊറുക്കുന്നു, അത് നിങ്ങൾ സമ്മതിക്കുന്നു, നിങ്ങൾ അംഗീകരിക്കുന്നു. എനിക്ക് ആശ്ചര്യം തോന്നുന്നതാണ് അപ്പോസ്തലൻ പറയുന്നത്. നിർമ്മലമായ സുവിശേഷം നിങ്ങൾക്ക് തന്നു, ദൈവത്തിൻ്റെ വചനം നിങ്ങൾക്ക് തന്നു, ആ വചനം നിങ്ങൾ സ്വീകരിച്ചു, ആ വചനം നിങ്ങൾ വിശ്വസിച്ചു. എന്നാൽ നിങ്ങളിപ്പോൾ പെട്ടെന്ന് വേറെ സുവിശേഷത്തിലേക്ക് മാറിപ്പോകുന്നു, വേറെ ആശയഗതികളിലേക്ക് മാറിപ്പോകുന്നു, വേറെ ചിന്താഗതിയിലേക്ക് മാറിപ്പോകുന്നു. നിങ്ങൾ മറ്റുള്ളവരുടെ ദുരുപദേശത്തിന് നിങ്ങൾ വഴങ്ങിപ്പോകുന്നു. നിങ്ങൾക്കൊരു കോംപ്രമൈസ് വന്നു പോകുന്നു, നിങ്ങൾക്കൊരു ഒത്തുതീർപ്പ് വന്നു പോകുന്നു. മറ്റുള്ളവർ തരുന്നതായ ആശയങ്ങളോട് നിങ്ങൾക്കൊരു പറ്റുമാനം വന്നു പോകുന്നു. നിങ്ങൾ അതും വഹിക്കുന്നു, അതും സഹിക്കുന്നു. നിങ്ങൾ പൊറുക്കുന്നത് എനിക്ക് ആശ്ചര്യം. സഹോദരങ്ങളെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിർമ്മലമായൊരു സുവിശേഷമുണ്ട്. സുവിശേഷം പലതില്ല. എന്താണ് സുവിശേഷം? ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു, അതാണ് സുവിശേഷം. യേശുക്രിസ്തു ഇല്ലെങ്കിൽ സുവിശേഷമില്ല. യേശുക്രിസ്തു ഹൃദയത്തിലേക്ക് വരുന്നതാണ് സുവിശേഷം സ്വീകരിക്കുക എന്ന് പറയുന്നത്. യേശുക്രിസ്തു ജീവിതത്തിലേക്ക് വരിക. പ്രിയപ്പെട്ടവരെ, പ്രായോഗികമായ ജീവിതത്തിൽ യേശുക്രിസ്തു വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നോക്കി യേശു അകത്തേക്ക് വരുന്നത് കാണാൻ വയ്യ. യേശു അകത്തേക്ക് വരുന്നത് ഒരു ചിത്രത്തിൽ കാണുന്നത് പോലെ കാണാൻ സാധിക്കുകയില്ല. പിന്നെ എങ്ങനെ അറിയാം? വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം. ഒരു മാവിൽ ഒരിക്കലും ചക്ക കായ്ച്ചു കിടക്കുകയില്ല. ചക്ക പ്ലാവിലേ കായ്ച്ചു കിടക്കുകയുള്ളൂ. മാവിൽ മാങ്ങയാണ് ഉണ്ടാകുന്നത്. ഏതാണ് വൃക്ഷമെന്ന് അറിയുന്നതിൻ്റെ ഫലം നോക്കിയാണ്. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ടറിയാം. നമ്മുടെ ജീവിതത്തിൽ യേശുക്രിസ്തു വന്നെങ്കിൽ യേശുവിൻ്റെ സ്വഭാവം നമ്മിൽ പ്രതിഫലിക്കും. നമ്മുടെ സംസാര രീതി മാറും, നമ്മുടെ പെരുമാറ്റ രീതി മാറും, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറും, നമ്മുടെ പ്രവൃത്തികൾ മാറും, നമ്മുടെ ഓരോ ചലനത്തിലും വ്യത്യാസമുണ്ടാകും. യേശുക്രിസ്തു ഹൃദയത്തിൽ വന്നെങ്കിൽ തീർച്ചയായും നമ്മുടെ സ്വഭാവഗതി മുഴുവനായി മാറും. നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ മാറും. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ബന്ധപ്പെട്ടവർ, പ്രിയപ്പെട്ടവർ ആരെങ്കിലും വരുമ്പോൾ അവർ തന്നെ തിരിച്ചറിയും എന്തോ വ്യത്യാസമുണ്ട് എന്ന്.
നമ്മെ ഇതുവരെ കണ്ടവർ നമ്മെ ഇപ്പോൾ കാണുമ്പോൾ തിരിച്ചറിയും എന്തോ മാറ്റം വന്നിട്ടുണ്ടല്ലോ എന്ന്. പ്രകടമായിട്ട് നാം ഒന്നും ചെയ്തിട്ടല്ല, പ്രകടമായിട്ട് ഒന്നും പറഞ്ഞിട്ടല്ല. നമ്മിലൊരു മാറ്റം വരുന്നു ക്രിസ്തു അകത്ത് വരുമ്പോൾ. അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്. അപ്പോസ്തലനായ പൗലോസ് അതിനെ പറയും, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ പുതുതായി തീർന്നിരിക്കുന്നു. പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളഞ്ഞ് എന്ന അപ്പോസ്തലൻ വേറൊരു ഭാഗത്ത് പറയും. എഫേസ്യ ലേഖനത്തിൽ പറയും, പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോട് ഉരിഞ്ഞു കളയുന്നു. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളയുകയാണ്, പഴയ സ്വഭാവം മാറുകയാണ്. ക്രിസ്തു അകത്തു വരുന്നു. അത് നാം വരുത്തി തീർക്കുന്നതല്ല, അകത്തു വരുന്ന സ്വാഭാവികമായ മാറ്റമാണ്. അത് സ്പോണ്ടേനിയസ് റിയാക്ഷൻ, സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വതസിദ്ധമായിട്ട് വരുന്നതാണ്, അയത്നസിദ്ധമായിട്ട് ലഭിക്കുന്നതാണ്. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാം അധ്വാനിക്കാതെ നമ്മുടെ പ്രവർത്തനങ്ങളൊന്നും കൂടാതെ വരുന്ന മാറ്റമാണ്. നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. ചീത്ത വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നയാൾ ഇപ്പോൾ ആ വാക്കുകൾ നാവിൽ വരുന്നില്ല. കോപിച്ച് വിറഞ്ഞിരുന്നയാൾ ഇപ്പോൾ കോപിക്കുന്നില്ല. എപ്പോഴും നീരസവും കയ്പും വിദ്വേഷവുമായിരുന്ന കുടുംബത്തിൽ ഇപ്പോൾ അലോഹ്യം ഉണ്ടാകുന്നില്ല. എന്നും വഴക്കും പിണക്കവും എന്നും കലഹവും വാഗ്വാദവും തർക്കവുമായിരുന്ന കുടുംബത്തിൽ ഇപ്പോൾ സൗമ്യമായ സംസാരമേ ഉള്ളൂ. എന്താണ് കാരണം? കാരണം ഇതാണ്, യേശു അകത്തു വന്നു. യേശു അകത്ത് വരുമ്പോൾ കോപമില്ല. യേശു അകത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ വാശിയില്ല. യേശു അകത്ത് വന്നു കഴിയുമ്പോൾ പിന്നെ വൈരാഗ്യമില്ല. പിന്നെ അകത്ത് നിഷ്കളങ്ക സ്നേഹമാണ്. അവിടെ നിർമ്മലതയാണ്, നൈർമല്യം. അവിടെ വിശുദ്ധിയാണ്, വിശുദ്ധ ചിന്തകളാണ്. സംസാര രീതി മാറുന്നു, പെരുമാറ്റ രീതി മാറുന്നു, ഭാവം മാറുന്നു, ചിന്താഗതികൾ മാറുന്നു, നമ്മുടെ ജീവിതം ആകെ മാറുന്നു. ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു അകത്ത് വരുമ്പോൾ ഈ അനുഭവം, അതാണ് സുവിശേഷം കൊണ്ട് ലഭിക്കുന്നത്. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോസ്തലനായ പത്രോസ് പെന്തിക്കോസ്തി പെരുന്നാൾ ദിവസം ചെയ്ത പ്രസംഗത്തിൽ 3 കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. ദൈവം തൻ്റെ ഏകജാതനായ ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് തന്നു, നിങ്ങളോ അവനെ ക്രൂശിച്ചു. എന്നാൽ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. ദൈവത്തിന് സ്തോത്രം. വേറെ കൂടുതൽ പറഞ്ഞില്ല. ദൈവം തൻ്റെ ഏകജാതനായ തിരുക്കുമാരനെ നമുക്ക് തന്നു, നിങ്ങളോ അവനെ ക്രൂശിച്ചു, ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു, അതിന് ഞങ്ങൾ സാക്ഷികൾ. ഇതാണ് സുവിശേഷം. ക്രിസ്തുവിൻ്റെ ക്രൂശി മരണം, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നുള്ളതായ പരമസത്യം. ഇതാണ് സുവിശേഷം. ഈ സുവിശേഷം സ്വീകരിക്കുമ്പോൾ ആൾ മാറുന്നു. സുവിശേഷം സ്വീകരിക്കുമ്പോൾ ഹൃദയം മാറുന്നു. സുവിശേഷം സ്വീകരിക്കുമ്പോൾ സ്വഭാവം മാറുന്നു. സ്നേഹിതരെ, നിങ്ങൾ പലവിധ അനുഭവിക്കുന്നവരുണ്ട്. നിങ്ങൾക്ക് ഈ അനുഭവം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് അനുഭവത്തിൽ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. ഒരിക്കൽ കിട്ടിയ ആ ആന്തരികമായ പരിവർത്തനത്തിൻ്റെ അനുഭവത്തിൽ തന്നെയാണോ ഇന്ന് നിൽക്കുന്നതെന്ന് നിങ്ങൾ സ്വയം ശോധന ചെയ്യുന്നത് നല്ലതാണ്. ശരിയായ ജീവിത വീക്ഷണത്തോടുകൂടിയാണോ ഇന്ന് നിൽക്കുന്നത്? അന്നത്തെ ജീവിത വിശുദ്ധി ഇന്നുണ്ടോ? അന്ന് ലഭിച്ച ഒരു സ്വാതന്ത്ര്യമുണ്ടല്ലോ, പിശാചിൻ്റെ ബന്ധനം അഴിഞ്ഞു കിട്ടിയ സ്വാതന്ത്ര്യം, സാത്താൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് മോചനം കിട്ടിയതായൊരു സ്വാതന്ത്ര്യം, ദുഷ്ടപിശാചുക്കൾ പന്താടിക്കൊണ്ടിരുന്ന ആ അനുഭവത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നതായ ഒരു ഭാഗ്യാനുഭവം, അത് ഇന്നും അനുഭവിക്കുന്നുണ്ടോ? ഈ അനുഭവം നമുക്ക് ഇല്ലെങ്കിൽ ഇന്നും അത് നമുക്ക് അനുഭവിച്ച് തുടങ്ങണം. യേശു ക്രിസ്തുവിൻ്റെ അത്ഭുത കൃപ, സുവിശേഷത്തിൻ്റെ അത്ഭുത ശക്തി നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതായ ആ മഹാഭാഗ്യം, യേശുക്രിസ്തുവിൻ്റെ ആ കൃപയുടെ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നതിന് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല എന്നാണ് അപ്പോസ്തലൻ പഠിപ്പിച്ചത്. എന്നാൽ അപ്പോസ്തലൻ മറ്റുള്ളവരുടെ പ്രീതിക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ അഭിമതത്തിന് വേണ്ടി അവരുടെ ഇഷ്ടം, അവരുടെ അഭിലാഷം സാധിക്കുന്നതിന് വേണ്ടിയും ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഉള്ളതായ ആഗ്രഹം വരുമോ എന്ന് ഭയന്നൊരു അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുകയില്ല, എനിക്ക് ആരുടെയും പ്രീതി വേണ്ട, ആരെങ്കിലും എന്നെ സ്വീകരിക്കുന്നോ എനിക്ക് നോട്ടമില്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുകയില്ല. ഗലാത്യ ലേഖനത്തിൻ്റെ ആ 1-ാം അധ്യായത്തിൽ 4-ാം വാക്യം മുതൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ശ്രദ്ധയോടെ കേൾക്കാം. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചവനെ വിട്ട് നിങ്ങൾ ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നത് കൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിയുന്നതുകൊണ്ട് ഞാൻ ആശ്ചര്യപ്പെടുന്നു. അത് വേറൊരു സുവിശേഷമെന്നല്ല, വേറൊരു സുവിശേഷമെന്നല്ല. ചിലർ നിങ്ങളെ കലക്കി
ക്രിസ്തുവിന്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. ചിലർ നിങ്ങളെ കലക്കി ക്രിസ്തുവിൻ്റെ സുവിശേഷം മറിച്ചു കളവാൻ ഇച്ഛിക്കുന്നു എന്നത്രേ. എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി എന്നാൽ ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ പിന്നെയും പറയുന്നു, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കയില്ല. എനിക്ക് കോംപ്രമൈസ് ഇല്ല, എനിക്കിവിടെ ഒത്തുതീർപ്പില്ല, എനിക്ക് ഇവിടെ രാജിയില്ല, ഇവിടെ രഞ്ജിപ്പില്ല, എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ നിർവാഹമില്ല. ഇത് നിർമ്മല സുവിശേഷത്തിൻ്റെ കാര്യമാണ്, ആത്മാവിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കാര്യമാണ്, ആത്മാവിൻ്റെ ആന്തരിക സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യമാണ്. ഇവിടെ എനിക്ക് വിട്ടുവീഴ്ച ചെയ്യാൻ നിർവാഹമില്ല. അപ്പോസ്തലൻ പറയുന്നത് എന്താണ്? ഇവിടെ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുകയില്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് എൻ്റെ വിഷയമേ അല്ല. ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിൽ കർത്താവിൻ്റെ ദാസനായിരിക്കുകയില്ല. ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ പ്രസാദിപ്പിക്കുന്നത്. സ്നേഹിതരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അപ്പോസ്തലൻ വളരെ ഹൃദയത്തിൻ്റെ വെപ്രാളത്തോടെ പറയുകയാണ്, ദ്രുതഗതിയിൽ പറയുകയാണ്. ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ആശീർവാദമോ ഒന്നും കൂടാതെ, പ്രത്യേകിച്ച് സാധാരണ ലേഖനങ്ങൾ എഴുതുന്ന പോലെ ഒന്നും എഴുതാതെ പെട്ടെന്ന് തിടുക്കത്തിൽ അപ്പോസ്തലൻ എഴുതി തുടങ്ങുകയാണ്. ആ ദേശത്തെ ജനം നശിക്കുന്നത് കണ്ടിട്ടുള്ള വെപ്രാളം കൊണ്ട് ഗലാത്യ സഭയിൽ വീണ്ടെടുപ്പ് കിട്ടിയവർ നാശത്തിലേക്ക് പോകുന്നു. അവർ പാപത്തിലേക്ക് പോവുകയല്ല, അവരേതെങ്കിലും പഴയ ദുശ്ശീലങ്ങളിലേക്ക് പോവുകയല്ല, ദുസ്വഭാവങ്ങളിലേക്ക് പോവുകയല്ല. അവരുടെ ജീവിത വീക്ഷണത്തിൽ സത്യസുവിശേഷത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നു എന്നുള്ളത് കൊണ്ട് അപ്പോസ്തലൻ വെപ്രാളപ്പെട്ടുകൊണ്ട് എഴുതുകയാണ്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുകയില്ല. ഒരു ചെറിയ ഉദാഹരണത്തിൽ കൂടി പറഞ്ഞു തരാം. ചെറിയൊരു ലളിതമായ ഉദാഹരണം. നല്ലപോലെ സംഗീതം അഭ്യസിച്ച ഒരാൾ, ഒരു ചെറുപ്പക്കാരൻ, നല്ലതുപോലെ പാടാൻ പഠിച്ചു. നല്ല മധുരമായ ശബ്ദം, കാതിന് ഇമ്പമായ ശബ്ദം, കരളിന് ആശിസ്സരുളുന്ന അനുഗ്രഹമരുളുന്ന ശബ്ദം, എല്ലാവരെയും ആകർഷിക്കുന്ന ശബ്ദം, അതിമധുരമായി പാടുന്നു. അവൻ പാട്ടെല്ലാം പഠിച്ചു. അവൻ പഠിച്ചതിന് ശേഷം അരങ്ങേറുകയാണ്. ആദ്യത്തെ അരങ്ങേറ്റം. ആദ്യമായി അവൻ പാട്ട് സദസ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അവൻ്റെ സംഗീത മാധുരി സദസ്സിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ട് അന്ന് വിളിച്ചു കൂട്ടിയ ആളുകൾ അനേകം പേര് വന്നിട്ടുണ്ട്. വലിയൊരു പാട്ട് കച്ചേരി, വലിയൊരു സദസ്സ്. ആളുകൾ ആകാംക്ഷയോടെ ഈ ചെറുപ്പക്കാരൻ്റെ പാട്ട് കേൾക്കാൻ കൊതികൊണ്ടിരിക്കുകയാണ്. അവൻ വന്നു, അവൻ ഗാനം തുടങ്ങി. ആളുകളെല്ലാവരും അത്ഭുതത്തോടെ കേട്ടുകൊണ്ടിരുന്നു. കാരണം ഹൃദയഹാരിയായ സംഗീതം, ഉള്ളത്തെ തൊട്ടുണർത്തുന്ന സംഗീതം. എല്ലാവരും അമ്പരപ്പോടെ കേട്ടിരിക്കുകയാണ്. കാരണം ഇത്ര മനോഹരമായി പാടാൻ പറ്റുമോ? മനുഷ്യൻ്റെ സ്വരത്തിന് ഇത്രയും മാധുര്യമോ? അവർ കേട്ട് കഴിഞ്ഞു. ഒരു പാട്ട് കഴിഞ്ഞപ്പോഴുണ്ട് എല്ലാവരും കൈയടിച്ചു. പക്ഷേ അവന് മുഖത്തൊരു പ്രസന്നത വരുന്നില്ല. രണ്ടാമത്തെ പാട്ട് തുടങ്ങിയപ്പോഴുണ്ട് അതിമനോഹരമായ ആ പാട്ട് കേട്ട് ചിലർ എഴുന്നേറ്റ് നിൽക്കുന്നു, ചിലർ കൈയടിക്കുന്നു, ചിലർ പ്രോത്സാഹിപ്പിക്കുന്നു, ചിലർ നടന്ന് സ്റ്റേജിൻ്റെ അടുക്കിലേക്ക് വന്ന് അവനെ പ്രോത്സാഹിപ്പിക്കാനായി സ്റ്റേജിൻ്റെ മുമ്പിൽ നിന്ന് കൈയടിക്കുന്നു. ആ പാട്ടും കഴിഞ്ഞു. നീണ്ട കരഘോഷം. അപ്പോഴും അവൻ്റെ മുഖം തെളിയുന്നില്ല. മൂന്നാമത്തെ പാട്ടായപ്പോൾ ആളുകൾ ചിലർ സ്റ്റേജിലേക്ക് ചെല്ലുന്നു, ചിലർ മെഡൽ അവൻ്റെ ഡ്രസ്സിൽ കുത്തി കൊടുക്കുന്നു, ചിലർ അവന് മാലയിടിക്കുന്നു, അവനെ അങ്ങ് പാരിതോഷികങ്ങൾ നൽകി അവനെ അത്യന്തം സന്തോഷത്തോടെ അവന് അഭിനന്ദനം രേഖപ്പെടുത്തുന്നു. ആളുകൾ കൂട്ടമായി ആഹ്ലാദത്തോടെ കൈയടിക്കുന്നു. വളരെ സന്തോഷം. പക്ഷേ അവൻ്റെ മുഖത്ത് ഒരു പ്രസന്നത വരുന്നില്ല. പാട്ടുകളെല്ലാം കഴിഞ്ഞു. ഒരാൾ അവൻ്റെ അരികിലേക്ക് ചെന്നു. ഇത്രയും നേരം പാടി, ഇത്രയും മധുരമായി നീ പാടി, പക്ഷേ നിൻ്റെ മുഖം തെളിയാത്തത് എന്താണ്? നിൻ്റെ മുഖം തെളിഞ്ഞില്ലല്ലോ. ഇത്രയും പ്രശംസ കിട്ടിയിട്ട്, ഇത്രയും അനുമോദനവും അഭിനന്ദനവും കിട്ടിയിട്ട് നിൻ്റെ മുഖം തെളിയാത്തത് എന്താണ്? അവൻ പറഞ്ഞു,
ഞാൻ ജനങ്ങളെയല്ല നോക്കിയത്. എന്നെ പാട്ടഭ്യസിപ്പിച്ച എൻ്റെ ഗുരുനാഥൻ ആ കർട്ടൻ്റെ പിന്നിൽ അവിടെ ഇരിക്കുന്നത് എനിക്ക് കാണാമായിരുന്നു. നിങ്ങൾ കണ്ടില്ലെന്നേ ഉള്ളൂ. എൻ്റെ ഗുരുനാഥൻ്റെ മുഖം തെളിയുന്നുണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ ഗുരുനാഥൻ്റെ മുഖം തെളിയണം. അതില്ലെങ്കിൽ എനിക്ക് സന്തോഷമാവില്ല, എനിക്ക് സംതൃപ്തിയാവില്ല. എന്നെ സംഗീതം അഭ്യസിപ്പിച്ച എൻ്റെ ഗുരുവിൻ്റെ മുഖം തെളിഞ്ഞു കാണാൻ ഞാൻ കൊതിച്ചു. അദ്ദേഹത്തിൻ്റെ മുഖം തെളിഞ്ഞില്ല. അതുകൊണ്ടാണ് എനിക്ക് പ്രസന്നത വരാഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖം തെളിയണം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഉള്ളം തെളിയണം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയം കുളിർമ അണിയണം. എന്തു വേണം? അതിനായിരിക്കണം നമ്മുടെ ജീവിതം. നിങ്ങളെന്ത് പറയുന്നു? യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ക്രിസ്തുവിൻ്റെ സുവിശേഷം സ്വീകരിക്കാൻ താല്പര്യമുണ്ടോ? സുവിശേഷത്തിൻ്റെ മർമ്മത്തിലേക്ക് വരാൻ താല്പര്യമുണ്ടോ? സുവിശേഷം ലഭിച്ചതിന് വിപരീതമായി വേറെ എന്തെല്ലാം നിങ്ങൾ കേട്ടാലും, ഏതെല്ലാം ഗംഭീരമായ വചനധോരണിയിൽ നിങ്ങൾ മയങ്ങത്തക്കവണ്ണം നിങ്ങൾക്ക് വാക്ചാതുരിയോടുള്ള പ്രസംഗങ്ങൾ കേൾക്കാനിടയായാലും, വേദശാസ്ത്ര പാരംഗതന്മാർ വന്ന് നിങ്ങൾ പ്രസംഗിച്ച് കേൾപ്പിച്ചാലും ഒന്നും നിങ്ങൾ ഇളകരുത്. നിങ്ങൾ ശപിക്കപ്പെട്ടവരായി തീരരുത്. ഞാൻ നിങ്ങളോട് അറിയിച്ച വിപരീതമായി ഞങ്ങളാകട്ടെ, സ്വർഗത്തിൽ നിന്നൊരു ദൂതനാകട്ടെ, നിങ്ങളുടെ സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവൻ. ദൈവത്തിന് സ്തോത്രം. അടുത്ത പ്രസംഗത്തിൽ ഇതിൻ്റെ ബാക്കി ഭാഗം പറയാം. നിങ്ങൾ പ്രാർത്ഥനയോടിരിക്കുക. ഇപ്പോൾ നമ്മുടെ തലകളെ വണക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ കൃപയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനങ്ങൾക്ക് സമൃദ്ധിയായി തരുവാൻ അവിടുന്ന് മനസ്സരിഞ്ഞ് ഞങ്ങളുടെ മധ്യത്തിലേക്ക് വന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നാഥ, ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ, നിർമ്മല സുവിശേഷം ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ ഞങ്ങൾക്ക് തരുന്ന ഭാഗ്യത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും തൊടണമേ, അനുഗ്രഹിക്കണമേ, കാത്തുകൊള്ളണമേ. യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമീൻ.